ഹലോ, നമസ്കാരം. ഞാൻ ബാസ്മി കുറ്റിച്ചിറ. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ ഒരു അനുഭവം, ഒരുപാട് കാലം സർവീസിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അദ്ദേഹം പങ്കുവെച്ചത്. ഒരു ഓട്ടം കിട്ടിക്കണ്ട് അദ്ദേഹത്തിന് ആ ഓട്ടത്തിൽ പോകുമ്പോൾ കുറച്ച് ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് ഒരു പൈസ പറഞ്ഞപ്പോൾ ഒരു ചെക്ക് കൊടുത്തു, 80 ഉറുപ്പ്യൻ്റെ ചെക്ക്. അദ്ദേഹത്തിന് ഇത്രയും കാലം സർവീസിന് ശേഷം അത് ഒരു അനുഭവമാണ്. എന്താ പറയുക, അത് അങ്ങനെ ഇന്നേരെ സംഭവിക്കാത്തൊരു കാര്യം. അദ്ദേഹത്തിന് പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല ഒരു ഹാപ്പിനെസ്, ഒരു മൂമെൻ്റ് എന്നൊക്കെ പറയാം. അതേമാതിരി ഞാൻ കോഴിക്കോട് ഓട്ടോ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. രാത്രി കാലങ്ങളിലാണ് അധികം സർവീസ് നടത്തുക. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാം. എനിക്ക് KSRTC രാത്രി ഒരു 3:30 ഒരു ഓട്ടം കിട്ടി. ഒരു 10-15 കിലോമീറ്റർ ഉണ്ടാവും. സാധാരണ ഞാനൊരാൾ കയറി കഴിഞ്ഞ് തമ്പത്തിരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറയും, പന്ത് കളിക്കാൻ സ്ഥലമില്ലേ, കുറച്ച് അങ്ങോട്ട് നിന്നോളി. കാരണം റോഡിൻ്റെ അവസ്ഥ ചിലപ്പോൾ നമ്മൾ ഓരോ ക്രോസിങ് കാര്യങ്ങളൊക്കെ രാത്രി വണ്ടി കാര്യങ്ങളുണ്ടാകുമ്പോൾ കുറച്ച് ഇങ്ങനെ തിരിച്ചൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ വികാൻ സാധ്യത ഉണ്ട്. അപ്പോൾ മുൻകൂട്ടി പറയും, തമാശ രൂപത്തിലല്ല, പന്ത് കളിക്കാൻ സ്ഥലമില്ല, കുറച്ച് അങ്ങോട്ട് നീങ്ങിരുന്നോളി ഏട്ടാന്ന് പറയും. നമ്മൾ പറയുന്ന രീതിയാണ് ഒരു മനസ്സിലാവും, ആ രീതിയിൽ പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് ആ 10-15 കിലോമീറ്ററുള്ള ഓട്ടം കിട്ടി. ആ ഓട്ടം കിട്ടിയ സാധാരണ ഒരു പാസഞ്ചർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രികാലം കയറുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും എത്ര ആവുമെന്ന് വെച്ച്. അത് അവർക്ക് മനസ്സിലായി. ചിലപ്പോൾ എല്ലാവരുടെ അടുത്ത് പൈസ ഉണ്ടാവണമില്ല. യാത്ര ചെയ്തൊക്കെ വരുന്നതായിരിക്കും എല്ലാവരുടെ പൈസ ചിലപ്പോൾ ആ പോക്ക് ചെലവിന് അവിടുത്തെ ഇതിലൊക്കെ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ട്. അപ്പം നല്ല കാര്യമാണ്. ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ഡ്രൈവറിനോട് ചോദിച്ച് കയറാൻ ആ ഡ്രൈവറിനും സന്തോഷമാണ്. ഒന്നും ചോദിക്കാതെ കയറുമ്പോൾ അവിടെ ചിലപ്പോൾ പകൽ യാത്ര ചെയ്യുന്ന ആളായിരിക്കും, പകൽ പോകുന്ന ആളായിരിക്കും. ഇപ്പോൾ രാത്രി പോകുമ്പോൾ സർവീസ് മാറില്ലോ, അതേ പകലുള്ള ചാർജ് അല്ലാന്ന്. അപ്പോൾ ചോദിക്കുന്ന 2 കൂട്ടർക്ക് നല്ലതാണ്. ഇത് ഈ ചോദിക്കാതെ കയറുമ്പോൾ നമ്മളും ചിലപ്പോൾ ഇവർക്കൊക്കെ അറിയാമെന്നായിരിക്കും. ചില ആൾക്കാരോട് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് അവരെ ചെറുതായി കാണാനായിട്ട് അവർക്ക് തോന്നും. അപ്പോൾ അത് ഈ ആൾക്കാർ പറയാതെ പോവും, സർവീസ് നടത്തും. അപ്പോൾ ഇദ്ദേഹം ഒരു 10-15 കിലോമീറ്ററുള്ള ഓട്ടമാണ്. ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയാൻ നിന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചില ആൾക്കാർക്ക് നമ്മൾ ഇത്ര പൈസ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അപ്പം തന്നെ ഇറങ്ങി പോകും, നമുക്ക് ആ ഓട്ടം നഷ്ടപ്പെടുമെന്ന് വെച്ചാൽ ഞാൻ പറയാതെ നിന്ന്. അങ്ങനെ ഇദ്ദേഹം കുറച്ച് യങ്മാനാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളാണ്, എന്നാലും പ്രായമുണ്ട് ആൾ. ഞാൻ അദ്ദേഹത്തിന് സാധാരണ ഒരു വണ്ടിയിൽ കയറിക്കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങളിങ്ങനെ പറയും, ഇത്ര എന്നൊക്കെ പറയും. പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ നിന്നിട്ടുള്ളൊരു ഓട്ടമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരാൾ കയറിയപ്പോൾ ഒന്ന് സ്ഥലം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് മീറ്റർ ഇട്ടിട്ടാണ് കോഴിക്കോട് സർവീസ്. ചെറിയ ഓട്ടോ ആകുമ്പോൾ ചെറിയൊരു മിനിമമുള്ള ഇതിലൊക്കെ മീറ്റർ ഇടില്ല. അത് അറിയാം, ഒരുവിധം എല്ലാവർക്കും അറിയാം, പറയേണ്ട ആവശ്യമില്ല. പിന്നെ അധികം ആൾക്കാർ ചോദിച്ച് കയറണതാണ്. അപ്പോൾ മീറ്ററൊക്കെ ഇട്ട് അദ്ദേഹം ആ മീറ്ററിലുള്ള പൈസ കണ്ട് അതിൻ്റെ രാത്രി ഓടുന്ന പൈസ അദ്ദേഹം തന്ന് ഒന്നും പറയാതെ തരുമ്പോൾ ആ ഒരു സന്തോഷം, ഒരു കാര്യം ചോദിക്കാതെ അധികം ആൾക്കാരും ചോദിച്ച് കയറിങ്ങാണ്ട് അവിടെ പോയി ചെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നും വാഗ്വാദങ്ങൾ. ഈ പറഞ്ഞാൽ മനസ്സിലാക്കാത്തതാണ്, ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അങ്ങനത്തെ അവസ്ഥയൊക്കെ നേരിട്ട് പോകുന്ന ആൾക്കാരാണ് ഓട്ടോ ഡ്രൈവർമാർ. അപ്പോൾ ആ പൈസ കിട്ടി കഴിഞ്ഞത് എനിക്ക് തന്നെ ഒരു പ്രത്യേക ഹാപ്പി ആയിരിക്കും. നമ്മൾ 1 മണിക്കൂർ ചെറിയ ഓട്ടം കിട്ടുന്ന ഒരു 10-15 കിലോമീറ്ററുള്ള ഓട്ടം കിട്ടുമ്പോൾ അത് ഒന്നും സാധാരണ പറഞ്ഞ് കഴിച്ചാൽ ഇത് പറയാതെ അത് മനസ്സിലാക്കി തരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണത്. അദ്ദേഹം പോകുമ്പോൾ ഒരു പറഞ്ഞത് ഇല്ല, ഇവിടെ ഉറങ്ങിയാണ്ട് രാവിലെ പോയാൽ മതിയോ, അത് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാന്നിധ്യമാണ്. അത് ചോദിക്കാന്ന് പറയുന്നത്.
പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായൊരു സന്തോഷമാണ്. കാരണം നമുക്ക് ഇങ്ങനെ സർവീസ് നടത്തുമ്പോൾ അധികം ആൾക്കാരും കയറുമ്പോൾ എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത ആൾക്കാർ നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവരെ മാത്രം ബുദ്ധിമുട്ട് മാത്രം മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എല്ലാവരോടത്തും നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുക. പാസഞ്ചറാണ് ഏറ്റവും വലുത്. കാരണം പാസഞ്ചർ നല്ല രീതിയിൽ സംസാരിക്കും. എല്ലാവർക്കും എല്ലാം കഴിഞ്ഞ ആൾക്കാരായിരിക്കില്ല, എല്ലാം മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പോൾ ഒരു ഹാപ്പിനെസ് ഒന്ന് പങ്കുവെക്കാൻ വെച്ചിട്ടാണ് ഒന്ന് അനുഭവം. ഓക്കെ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് 3 ഗ്രൂപ്പുണ്ട് വാട്സപ്പിൽ. അതായത് കിട്ടിയ നഷ്ടപ്പെട്ട ഗ്രൂപ്പുകൾ. എന്തെങ്കിലും സാധനം ഓട്ടോറിക്ഷയിൽ വെച്ച് മറന്നുണ്ടെങ്കിൽ ആ ഓട്ടോറിക്ഷ ഏതെങ്കിലും നമ്പറോ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മളെ കോഴിക്കോടുള്ള ഡ്രൈവർമാർ ഇന്ന സ്ഥലത്തു നിന്ന് കയറിയതാണ്, ഇന്ന വണ്ടിയിലാണ് കയറിയതെന്ന് പറഞ്ഞു നമ്പർ കാര്യങ്ങളൊന്നും പറയണ്ട. അത് ആ ഗ്രൂപ്പിലിടും, നിങ്ങളെ നമ്പർ ഇടും, നിങ്ങളെ നമ്പറിൽ വിളിക്കും. വില കൂടിയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചാൽ നമ്മളെ കോഴിക്കോടുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. അത് നല്ല ഉത്തരവാദിത്വത്തോടുള്ള നഗരത്തിലുള്ള സിവിൽ പോലീസ് അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങളാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും. കാരണം നമ്മളെ ഗ്രൂപ്പിൽ നമ്മളെ ഓട്ടോ ഡ്രൈവർമാർക്ക് കിട്ടിയ നഷ്ടപ്പെട്ട് ഇങ്ങനെ 3 ഗ്രൂപ്പുകളുണ്ട്. അതിനകത്ത് നമ്മൾ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട സാധനങ്ങളോ അല്ലെങ്കിൽ പാസഞ്ചറുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രൈവർ നമ്മളെ സുഹൃത്തുക്കളെന്നല്ല കോഴിക്കോട് ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർ പാസഞ്ചർ ഒരു പക്ഷേ എൻ്റെ വണ്ടിയിലായിരിക്കും മിസ്സായത്. അപ്പം എന്നെ കാണണമെന്നില്ല, വേറെ ഏതെങ്കിലും ഓട്ടോ ഡ്രൈവർമാരായിരിക്കും കാണാം. അപ്പോൾ അവരത്തേക്കും ഇത് പറയുക. അപ്പോൾ നമ്മൾ ആ നമ്പർ നോക്കിയും വിളിക്കുകയും കൊടുക്കും. അപ്പോൾ ഈ കാര്യം പറയുന്നത് പാസഞ്ചറിലെ അറിവിലേക്കാണ്. എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഉത്തരവാദിത്വം പാസഞ്ചർ ഒന്ന് നോക്കാം. കാരണം സാധനങ്ങൾ ഒരു വലിയ ബാഗൊക്കെ വെച്ച് മറക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെയാണ്. അതേമാതിരി വില കൂടുതലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നിരന്തരമായിട്ട് ഫോണ് കാര്യങ്ങളൊക്കെ വെച്ച് മറക്കുക. കാരണം നമ്മൾ ഈ വരുന്ന ആൾക്കാർ നല്ലപോലെ മുഖം വരെ കാണാൻ നമുക്ക് ചിലപ്പോൾ സാധ്യമാകുന്നില്ല. ഒരാൾ ഓട്ടം വിളിച്ച് പോവുക, ചിലപ്പം വന്ന പാസഞ്ചർ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ കയറുന്ന പാസഞ്ചർ തരണമെന്നില്ല. നമുക്ക് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വണ്ടി എന്തെങ്കിലും ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ബാക്കിലോ അല്ലെങ്കിൽ പുറകിലോ വെച്ച സാധനം നമ്മൾ കാണുള്ളൂ. അപ്പോൾ ഇതൊക്കെ പാസഞ്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഇൻഫർമേഷൻ വീഡിയോ ഹാപ്പിനെസ് ഒരു വീഡിയോ ആയിട്ട് കരുതിയാൽ മതി. ഓക്കെ.